ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ BS6 മോഡലാണ് ആക്റ്റീവ 60 വണ്ടി. അത് നമ്മൾ ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കയറ്റിയാണ്. അതേപോലെ തന്നെ വണ്ടിയുടെ ആക്സിലേറ്റർ കേബിളൊക്കെ നല്ല ടൈറ്റാണ്. ഫ്രണ്ട് ബ്രേക്കൊക്കെ നല്ല രീതിയിൽ ജാമായിട്ട് ആ കേബിളൊക്കെ ടൈറ്റായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലൈൻറ്റുള്ള ഭാഗങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ ജസ്റ്റ് അതിനകത്ത് നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ അത്യാവശ്യമൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ആക്കിയിട്ട് സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് ക്യാമ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് അഴിച്ചിട്ട് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യാം. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അഴിച്ച് എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ വണ്ടി നിർത്തിയിട്ട് തള്ളണ സമയത്തൊക്കെ നമുക്ക് ക്ലച്ചിൻ്റെ അവിടെ നിന്ന് ഒരു ശരിക്കും ഒരു ബെയറിങ് പോയി ഒരു ഒരച്ചിൽ സൗണ്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ ക്ലച്ച് നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ അഴിച്ച് ചെക്കപ്പ് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസിങ് അതൊക്കെ ആ സർവീസിലുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെയാണത്. അതിന് നിലവിൽ നോർമൽ സാധാരണ നമ്മുടെ ഉപയോഗം അനുസരിച്ചുള്ള തേയ്മാനമൊക്കെ ഉള്ളൂ, കംപ്ലൈൻറ്റ് എന്ന് പറയാനൊന്നുമില്ല. പിന്നെ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡായാലും ഓയിൽ സീലോ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതിനകത്ത്. റബ്ബർ ബെൽറ്റാണ് അതിൻ്റെ ഉള്ളിൽ തന്നെയല്ല. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ തേയ്മാനം കൊണ്ടുവന്നേക്കുന്ന പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ക്ലച്ച് ഷൂവിൻ്റേതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ അതുപോലെ തന്നെ കിക്കറിൻ്റെ ഈ കവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെയാണ് കിക്കർ വീല് വരാം. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ തുരുമ്പിട്ട് കിക്കർ ജാമായി നിൽക്കുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ അതും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റ് അതിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബെൽറ്റ് നമുക്ക് കമ്പനി ബെൽറ്റാണ് കിടക്കണത്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഇപ്പോൾ അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. തൽക്കാലം അത് ഇങ്ങനെ കാണിച്ചാൽ പോലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് കിട്ടും. പരമാവധി ഉപയോഗിക്കുക. നമുക്ക് ഓരോ പീരിയോഡിക് സർവീസ് കറക്റ്റായിട്ടാണോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സർവീസിലും ഇതേപോലെ തന്നെ അഴിച്ച് ചെക്ക് ചെയ്യാണ്. ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ, തേയ്മാനം കൂടുതലുള്ള ഭാഗങ്ങൾ അത് നമ്മൾ നോക്കി വിലയിരുത്തിയിട്ട് മാറ്റേണ്ട ഭാഗങ്ങളെയും മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്ത് വിടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബാക്കിൽ നമ്മളൊരു തള്ളണ സമയത്ത് സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായല്ലോ, അത് ഈ വീലിൻ്റെ കംപ്ലൈൻ്റാണ്. അത് നമുക്ക് ഈ ഷാഫ്റ്റിന്മേൽ വന്നതാണ്. നമ്മൾ തള്ളണ സമയത്ത് ഇതും ഈ ഷാഫ്റ്റ് മാത്രമായിട്ട് തിരിയും. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ആ ബെയറിങ്ങിൻ്റെ സൗണ്ട് വരാം. അത് നമുക്ക് ഓൾറെഡി വീലായിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരാം. അപ്പോൾ ഞാനതൊരു എസ്റ്റിമേറ്റിൽ പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി, നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യാം. പിന്നെ അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ, അതിന് ഗിയറിൻ്റെ എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും ഇതിന് സ്കൂട്ടർ മോഡൽ വണ്ടിയിൽ സെപ്പറേറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, ഓയിലിനകത്ത് വെള്ളത്തിൻ്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട്. അതാണ് ഈ കളർ ചേഞ്ച് വന്നേക്കുന്നത്. നിലവിൽ ബെയറിങ്ങിന് ഷെയ്ക്കോ അത് വേറെ പ്രോബ്ലംസോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്കൊന്ന് ഫ്ലഷ് ചെയ്ത് കുറച്ച് പഴയ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഫ്ലഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഗിയർ ഓയിൽ ഫില്ല് ചെയ്യാം. എന്നിട്ട് പ്രോബ്ലം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാത്രം നമുക്കത് അഴിച്ച് ചെയ്താൽ മതി. കാരണം നമുക്കിപ്പോൾ നിലവിൽ അത് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം സാധാരണ രീതിയിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈഡിലൊക്കെ നല്ല രീതിയിൽ വെള്ളം അടിച്ച് കയറുമ്പോൾ ഈ പൈപ്പ്, ഇത് ബ്രീത്തർ പൈപ്പാണ്, ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകാനായിട്ടുള്ളൊരു സാധ്യതയുള്ളത്. നിലവിൽ പൈപ്പ് വിട്ട് കിടക്കണമെന്നും ഉണ്ടായില്ല, എങ്കിൽ കൂടി അതങ്ങനെ വന്നു എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഒറ്റ ഡ്രോപ്പ് വെള്ളത്തിൻ്റെ ഒറ്റ ഡ്രോപ്പ് മതി കളർ ചേഞ്ച് ഫുള്ള് മൊത്തത്തിൽ വരും. നിസ്സാരമുള്ളൂ, കാര്യമായിട്ടില്ല. എങ്കിൽ കൂടി നമ്മളത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഗിയർ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ കേബിളുകളാണ്. ആക്സിലേറ്ററിൻ്റെ കേബിള് രണ്ട് കേബിളാണ് വരാം നമുക്ക് BS6 മോഡൽ വണ്ടികളിൽ. അത് രണ്ടും നല്ല രീതിയിലുള്ള ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അഴിച്ചിട്ട് 2 കേബിളായിട്ട് നമുക്ക് മാറ്റിയിടേണ്ടി വരും. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ഇരിക്കുന്ന ബാറ്ററി ടാറ്റയുടെ ബാറ്ററിയാണ്, 2022 മോഡലായിട്ടാണ് കാണുന്നത്. 2000 ഇതും എൻ്റെ ഇയർ കോഡ് കൊടുത്തിട്ടുണ്ട്. 2022 23 ആയിരിക്കില്ല, 23 C ആയിട്ടാണ്, മാർച്ച് ആയിട്ടാണ് കാണണേ. അപ്പം നിലവിൽ ബാറ്ററി ടാറ്റയുടെ ബാറ്ററിയാണ്, വേറെ കുഴപ്പമൊന്നും വോൾട്ട് ബേസിൽ വെച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നം കാണണമെന്നില്ല. അന്ന് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വോൾട്ടൊക്കെ നമുക്ക് 12 വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്തുണ്ടല്ലോ, ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ കാണിക്കുന്നത് പോയ ബാറ്ററി ആയിട്ടാണ്, ഡാമേജുള്ള ബാറ്ററി ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ നിലവിൽ സെൽഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ
ഓൾറെഡി നമുക്ക് വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ അങ്ങനെ സെൽഫിൻ്റെ ഒരു പ്രോബ്ലം എന്തെങ്കിലും കാണിച്ചാൽ അത് കൈയോടെ വാറണ്ടിക്ക് വിട്ട് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാറ്ററി ഒക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണത്. അപ്പോൾ കാണിക്കുമ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം നോക്കി, അപ്പോഴൊക്കെയും ഡാമേജ് ആയിട്ട് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുക, പോയ ബാറ്ററി ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സെൽഫിൻ്റെ പ്രശ്നമായിരിക്കും ഫസ്റ്റ്. സെൽഫ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടാണ് ആ കംപ്ലയിൻറ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് വാറണ്ടി പീരീഡ് ഉള്ളതാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ 2 കേബിളുകളാണ് ടൈറ്റായിട്ടിരുന്നത്. അതായത് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്തൊക്കെ ജാമായി പോയത് കേബിൾ രണ്ടും ഇതാണ്. അപ്പോൾ ആ 2 ബ്രേക്ക് കേബിൾ മാറ്റാം. സ്പീഡോമീറ്റർ നമുക്ക് സ്പീഡ് കാണിക്കുന്നില്ല, കിലോമീറ്റർ ഒന്നും വർക്കിംഗ് അല്ല. അത് ഓൾറെഡി കേബിൾ പൊട്ടിപ്പോയതാണ്. പക്ഷേ എങ്കിൽ കൂടി നമ്മളത് കേബിൾ മാറ്റി പുതിയതിട്ടാലും ഇത് വർക്കാവില്ല. കാരണം പറയാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ മീറ്റർ സ്റ്റക്കായി പോയേക്കാം, ജാമായേക്കാം. അപ്പോൾ ഒന്നോലെ മീറ്റർ വർക്കിംഗ്, ഇപ്പോൾ കേബിൾ ഒന്നും ചെയ്യാതെ ഇതേ കണ്ടീഷനാണ് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ മീറ്റർ അസംബ്ലി ഇത് യൂണിറ്റായിട്ട് മാറ്റേണ്ടി വരും. കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് കിലോമീറ്റർ ബേസിലായതുകൊണ്ട് അത് റെഡി ആക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓൾറെഡി ഐറ്റം അവൈലബിൾ ആയിരിക്കില്ല, നമ്മളത് ബുക്ക് ചെയ്തൊക്കെ എടുക്കേണ്ട ഒരു പാർട്സാണത് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിൽ മീറ്ററിൻ്റെ കേസൊന്നും പെടുത്തുന്നില്ല. ഈ മീറ്റർ ഇപ്പോൾ കേബിളും നമ്മളിപ്പോൾ മാറ്റുന്നില്ല, കാരണം മാറ്റിയിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി നല്ല ടൈറ്റാണ്. അപ്പോൾ ഇട്ട കേബിളും ക്രൗണും പിന്നീനൊക്കെ ഡാമേജിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അത് ആ രീതിയിൽ തന്നെ നിലനിർത്തിയേക്കാണ് കേട്ടോ. ഫ്രണ്ട് ബ്രേക്കായാലും നമ്മൾ ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. അത് അഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ ഒന്ന് ശരിക്കും എയറടിച്ച് ക്ലീനാക്കി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പ്ലഗിൻ്റെ സ്പാർക്ക് പ്ലഗിലേക്ക് വരുന്ന അഡാപ്റ്റർ അതിൻ്റെ ഉള്ളിലെ ലോക്ക് അടക്കം പോകുന്നേക്കാണ്. അത് ലൂസായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഷോർട്ടിങ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നീട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒക്കെ വരാനായിട്ടുള്ളത് സാധ്യത നമുക്ക് അത് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റി ചേഞ്ച് ചെയ്തിടാം. സ്പാർക്ക് പ്ലഗ് നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തിടാം. എയർ ഫിൽറ്റർ മാറ്റുന്നത് എപ്പോഴാണോ ആ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗും മാറ്റേണ്ടി വരാം. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യുന്ന വർക്കുകൾ. പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചും ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. അതിനകത്ത് നമ്മൾ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നത് ഒന്ന് നമുക്ക് പ്ലഗിൻ്റെ ഈ അഡാപ്റ്റർ പെടുത്തുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് 2 ബ്രേക്കിൻ്റെ കേബിൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ ആക്സിലേറ്ററിൻ്റെ 2 കേബിളുണ്ട്. ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ ഈ വീലുണ്ട്. അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമുക്കത് ഈ തള്ളുമ്പോഴുള്ള ആ പ്രശ്നം മാത്രമാണ് ഇതും കൊണ്ട് വന്നോളൂ. നിലവിൽ ബാക്കിയത്തെ ഫങ്ഷൻസൊക്കെ കറക്റ്റാണ്. കാരണം തള്ളുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അതുകൊണ്ട് വന്നേക്കണ മിസ്റ്റേക്കാണ്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ആ സെൽഫിൻ്റെ സ്വിച്ചും ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. ഗിയർ ഓയിൽ, എഞ്ചിൻ ഓയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് വാട്സപ്പിൽ തരാം കേട്ടോ. വീഡിയോ കാണാം, കണ്ടതിന് ശേഷം അത് കംപ്ലയിൻസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നോക്കി ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.